Hi friends, welcome to our new channel. Here we are introducing our new channel Exam Voyage. ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ മാർക്ക് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇതിലൂടെ ഫോളോ ചെയ്യുന്നത്. 2 minutes 1 മാർക്ക് സ്മാർട്ട് സ്ട്രാറ്റജി കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷനാണ്. ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജീവ് ഖന്ന. ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി സഞ്ജീവ് ഖന്ന. അങ്ങനെയാണെങ്കിൽ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? DY ചന്ദ്രചൂഡായിരുന്നു. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. സഞ്ജയ് മൽഹോത്ര RBI ഗവർണർ. 26ാമത് RBI ഗവർണറായി അപ്പോയിന്റഡ് ആയ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. 25ാമത് RBI ഗവർണർ ആയിരുന്ന ശക്തികാന്ത ദാസ്, അദ്ദേഹം ഈ അടുത്തിടെ പ്രൈം മിനിസ്റ്ററുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അപ്പോയിന്റഡ് ആയി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 26ാമത് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര, 25ാമത് RBI ഗവർണർ ആയിരുന്ന ശക്തികാന്ത ദാസ് പ്രൈം മിനിസ്റ്ററുടെ 2ാം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അപ്പോയിന്റഡ് ആയി. സഞ്ജയ് മൂർത്തി 25th CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സഞ്ജയ് മൂർത്തി. സഞ്ജയ് വർമ്മ ഇന്ത്യൻ ഹൈ കമ്മീഷൻ ടു കാനഡ. ഇന്ത്യൻ ഹൈ കമ്മീഷൻ ടു കാനഡ എന്ന പോസ്റ്റിലേക്ക് അപ്പോയിന്റഡ് ആയ വ്യക്തിയാണ് സഞ്ജയ് വർമ്മ. GST ട്രിബ്യൂണൽ ചെയർമാനായി അപ്പോയിന്റഡ് ആയ വ്യക്തിയാണ് സഞ്ജയ് കുമാർ മിശ്ര. GST ട്രിബ്യൂണൽ ചെയർമാൻ സഞ്ജയ് കുമാർ മിശ്ര. ഈ 5 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന എക്സാമുകൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഷുവർ ഷോർട്ടായിട്ട് ചോദിക്കുന്നതാണ്. ഈ സഞ്ജയ് എന്നുള്ള പേരുകൾ തമ്മിൽ തിരിഞ്ഞു പോവാതെ ഇത് പഠിച്ച് റിവൈസ് ചെയ്ത് നമ്മുടെ സ്വന്തം ടോപ്പിക്കായി മാറ്റിവെക്കുക. ഷുവർ ഷോർട്ട് 1 മാർക്ക്. കുറഞ്ഞ സമയം കൂടുതൽ പഠനം എന്ന ഉദ്ദേശത്തോടു കൂടി അടുത്തൊരു സെക്ഷനുമായി വീണ്ടും കാണാം. ബൈ.